കേരളത്തിൽ ജീവിക്കാൻ ഒരു തോക്ക് കൈവശം വേണമെന്നാണ് പലരും കരുതുന്നത്. അത്രമാത്രം അരക്ഷിതാവസ്ഥയാണോ കേരളത്തിലുള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ സ്വന്തമായി ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്ത് 7531 പേർക്കാണ് സ്വന്തമായി തോക്കുപയോഗിക്കാൻ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് ഇല്ലാതെ തോക്കുപയോഗിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്നറിയില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എയർഗൺ ഉപയോഗിച്ച് ഒരു വനിതാ ഡോക്ടറാണ് മറ്റൊരു സ്ത്രീയെ ആക്രമിച്ചത്. സ്കൂളിൽ വരെ തോക്കുമായെത്തുന്ന കുട്ടികളെ കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തുവരുന്നു. ഈ എണ്ണം ഇനിയും കൂടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതുതായി 500-ലധികം ആളുകളാണ് തോക്കിന് ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തോക്കിന് ലൈസൻസ് ഉള്ളത് കോട്ടയം ജില്ലയിലാണ്. പുതുതായി തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുള്ളവരിനും മുന്നിൽ അക്ഷരനഗരിയിലുള്ളവർ തന്നെ. 1562 കോട്ടയംകാർക്ക് നിലവിൽ തോക്കുപയോഗിക്കാൻ ലൈസൻസ് ഉണ്ട്. 77 പേർ ജില്ലയിൽ നിന്ന് പുതുതായി ലൈസൻസിന് അപേക്ഷിച്ചിട്ടുമുണ്ട്. രണ്ടാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണ്. 1278 പേർക്ക് ജില്ലയിൽ നിലവിൽ തോക്കിന് ലൈസൻസ് ഉണ്ട്. 52 പേർ പുതുതായി അപേക്ഷ നൽകിയിട്ടുമുണ്ട്. പുതിയ ആയുധ ലൈസൻസ് ലഭിക്കുന്നതിന് ഇപ്പോൾ പരിശീലനം നിർബന്ധമാണ്. പ്രത്യേക കോഴ്സ് പാസ്സാകുന്നവർക്ക് മാത്രം തോക്ക് ലൈസൻസ് നൽകിയാൽ മതി എന്ന തീരുമാനം വൈകാതെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്വയരക്ഷയെക്കുറിച്ചുള്ള ആകുലതയാകാം സംസ്ഥാനത്ത് തോക്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. അനധികൃത തോക്കുപയോഗം ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റവുമാണ്. മുമ്പ് മുംബൈയിൽ നിന്നാണ് അനധികൃതമായി ഉപയോഗിക്കുന്ന തോക്കുകൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കൂടുതലും ബീഹാറിൽ നിന്നാണ് വരുന്നത്. വിവിധ ജില്ലകളിൽ ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ എണ്ണം താഴെ പറയും പ്രകാരമാണ്. തിരുവനന്തപുരം 486, കൊല്ലം 132, പത്തനംതിട്ട 196, ആലപ്പുഴ 172, കോട്ടയം 1562, ഇടുക്കി 453, എറണാകുളം 1278, തൃശൂർ 362, പാലക്കാട് 566, മലപ്പുറം 329, വയനാട് 160, കോഴിക്കോട് 539, കണ്ണൂർ 461, കാസർഗോഡ് 835. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.